കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതു, നല്ല സന്തോഷമായി. ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് നമ്മുടെ മേൽശാന്തി പുതുമന ഇല്ലത്തെ ശ്രീജിത്ത് നമ്പൂതിരിയാണ്. കളഭാലങ്കാരം ഉണ്ടായത് കക്കാട് കിരണാനന്ദോദിക്കൽ. വളരെ നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനെ ചാർത്തിയിട്ടുണ്ട് കേട്ടോ ശ്രീലകത്ത്. അതെന്താ കാഴ്ച രസം എന്നറിയോ? അത് വളരെ രസമായിട്ടാണ്. കാരണം ഹനുമാനുണ്ട്, ഹനുമാൻ്റെ ആ ചോളിലിരിക്കുന്ന പൊന്നുണ്ണിക്കണ്ണനാണെന്ന്. അത് നല്ല രസമായിട്ട് ഇങ്ങനെ വലിയ ദീർഘകാലതായ നല്ല നീളമുള്ള ഹനുമാൻ നല്ലൊരു രൂപത്തിലാണ് കിരീടമൊക്കെ വെച്ചിട്ടുള്ള ഹനുമാൻ്റെ ആ ചോളിലിങ്ങനെ നമ്മളെ ദ്വാപരയുഗത്തിൽ ശ്രീരാമചന്ദ്രനെയും ലക്ഷ്മണസ്വാമീനെയൊക്കെ ചോളിൽ വെച്ച് പോയില്ലേ, അതേമാതിരിയാണ് ആ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ആ ഒരു ചോളിലിങ്ങനെ വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ ഹനുമാൻ്റെ ആ ഗദ വലത്തെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്, ആ വികൃതി. ആ ഇടത്തെ കയ്യിൽ സ്വന്തം പൊന്നോടക്കുഴലുണ്ട്. എന്നിട്ട് അത് പിടിച്ചിങ്ങനെ കാലാട്ടിയിരിക്കുകയാണ് ആൾ. ആ ചോളത്തല്ലേ ഇരിക്കണത്. അപ്പോൾ ഞാൻ ഇപ്പോൾ എവിടെയാണ്, ഞാൻ നല്ല ഉയരത്തിലായിരിക്കണതെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. നല്ല ഉയരത്തിലുള്ള ഹനുമാൻ സ്വാമിയുടെ ചോളത്ത് കയറിയിരിക്കുമ്പോൾ വളരെ വലിപ്പം തോന്നുമല്ലോ. അപ്പോൾ ചെറിയ ഉണ്ണിയല്ല ഞാൻ എന്ന് പറയുന്ന പോലെയാണ്. രണ്ട് കാലിങ്ങനെ താഴ്ത്തി തൂക്കിയിട്ടിട്ട് അങ്ങനെ ഇരിക്കണു. എന്താ ഒരു കാഴ്ച! അതിഗംഭീരാട്ടോ. അത് കാണേണ്ടത് തന്നെയാണെന്ന്. അത് ഇങ്ങനെയൊക്കെ ചില ദിവസങ്ങളിൽ ഇങ്ങനത്തെ അപൂർവ ദൃശ്യങ്ങൾ ഉണ്ടാവുള്ളൂ. അത് അവിടെ ചെന്നിരിക്കുമ്പോൾ ആ ഓദിക്കന് തോന്നിക്കുന്നതാണ്. അല്ലെങ്കിൽ മേൽശാന്തിമാർ ആരാണോ ആ കളഭാലങ്കാരം ചെയ്യുന്നത് അവർക്ക് ഗുരുവായൂരപ്പൻ തോന്നിക്കുന്ന തരത്തിലുള്ള വേഷങ്ങളാണ് അവിടെ ഉണ്ടാക്കുന്നത്, അലങ്കരിക്കപ്പെടുന്നത്. ആ എന്താ പറയുക, ചതുർബാഹുവായ മഹാപ്രഭുവിൽ ആ രൂപങ്ങൾ മാറി വരികയാണ്. അപ്പോൾ അത് ഒരു വളരെ വലിയൊരു കഴിവ് തന്നെയാണത്. ഗുരുവായൂരപ്പൻ തന്നെ തുണച്ചിട്ടാണെങ്കിൽ കൂടി നല്ല കഴിവ് തന്നെ വേണം ഇങ്ങനത്തെ അലങ്കാരങ്ങളൊക്കെ ഓരോന്ന് നിർമ്മിക്കാൻ. അപ്പോൾ ഇന്ന് അത് വളരെ സന്തോഷമായിട്ടാണ്. ഹനുമാൻ സ്വാമി നല്ല പുഞ്ചിരിയിൽ തന്നെയാണ്, നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനും നല്ല പുഞ്ചിരിയിലാണ്. എല്ലാ ഭക്തരെയും കണ്ടോളൂ കേട്ടോ. എന്നെ യശോദാമ്മ മാത്രമല്ല എടുക്കണത്, ഇതാ ഹനുമാൻ സ്വാമി എടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും പറയില്ലേ ശ്രീരാമചന്ദ്രനെ എടുക്കുള്ളൂ എന്ന്, പക്ഷെ എന്നെ എടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലാണെന്ന് ആ ഒരു നോട്ടവും ഭാവവും ഒക്കെ. നമ്മളെ ഭക്തരെ വരുമ്പോൾ അങ്ങനെ കണ്ട് പുഞ്ചിരിച്ച് കൊണ്ട് തന്നെ പറയുന്ന പോലെയാണ് ആ ഇരുത്തം. അതൊരു പ്രത്യേക കാഴ്ചയാണ് കേട്ടോ. അത് എത്ര കണ്ടാലും മതിയാവില്ല. അപ്പോൾ എങ്ങനെയായാലും നല്ലൊരു കാഴ്ചയാണ്. കാലുമിലതാ കാൽത്തളകളുണ്ട്, നല്ല പട്ട് ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു പൊന്നരഞ്ഞാണം ഇങ്ങനെ കാണാണ്ട്, ചെറിയൊരു നെക്ലസ് പോലത്തെ ഒരു മാല ഉണ്ട്, നല്ലൊരു കുറി തൊട്ടിട്ടുണ്ട്. അതൊക്കെ നല്ല നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് ആളിരിക്കുന്നത്. ഇന്ന് രണ്ടാളും ഹനുമാൻ സ്വാമി അതെ, നമ്മളെ പൊന്നുണ്ണിക്കണ്ണനും അതെ, നല്ല വൃത്തിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ആ ചെവിപ്പൂക്കളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ലൊരു മാല, ഉണ്ടമാല ഉണ്ട്. ഹനുമാൻ സ്വാമിക്കുണ്ട് കേട്ടോ, നല്ല മാല ഉണ്ട്. നല്ല കാഴ്ചക്കുള്ള നല്ലൊരു മാലകളുണ്ട്, 2-3 മാല ഉണ്ട്. പിന്നെ തിരുമുടി മാല കെട്ടിയിട്ടുണ്ട്, പീലി തിരുമുടി കെട്ടിയിട്ടുണ്ട്. പീലി നല്ല കളഭം കൊണ്ട് 3 പീലി ചാർത്തിയിട്ടുണ്ട്. വളരെ കാഴ്ച കാണാൻ തന്നെ കണ്ണിന് നയനാനന്ദകരമാണ് ഇന്നത്തെ കാഴ്ച. അപ്പോൾ എല്ലാവരും ഗുരുവായൂരപ്പനെ തൊഴു. ഗുരുവായൂർ വന്നിട്ട് നമ്മളെല്ലാവരും ഗുരുവായൂർ വന്നു, തൊഴാൻ വന്നു. തിരക്കൊക്കെ ഉണ്ട്, തിരക്കില്ലാത്ത പ്രശ്നമില്ലല്ലോ, ഇനി തിരക്കന്നല്ലേ. അപ്പോൾ തിരക്കൊക്കെയാണ്. ഇന്നിപ്പോൾ ഗാന്ധി ജയന്തിയൊക്കെ അല്ലേ, അവധിയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ തിരക്കുണ്ട്. എന്തായാലും നന്നായിട്ട് തൊഴാൻ പറ്റി. നല്ലൊരു കേമായിട്ടുള്ള പൊന്നുണ്ണിക്കണ്ണനെ കാണാൻ പറ്റി. അത് നമുക്ക് ഏറ്റവും വലിയൊരു കാര്യമാണ്. രാവിലെയും ശംഖാഭിഷേകം കാണാൻ പറ്റി. ആ കാഴ്ചയൊക്കെ ഞാൻ നമ്മളെ ഭക്തരിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും അത് ആ ഒരു നമ്മൾ ഗുരുവായൂരാണ് എന്നും ആ ഗുരുവായൂരപ്പനെ കാണുന്നതായിട്ടും മനസ്സിൽ സ്മരിക്കുക. അങ്ങനെ സ്മരിക്കുമ്പോൾ
ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മുടെ കൂടെ ഉണ്ടാവും. കാരണം ഗുരുവായൂരപ്പൻ നിരീച്ചാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശനമുള്ളൂ. അത് സത്യം തന്നെയാണ്. അദ്ദേഹം ഇന്ന് വരണ്ടാന്ന് പറഞ്ഞാൽ അന്ന് എന്നെ കാണണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയില്ല. ഇനി എത്ര ഇതുണ്ടെങ്കിലും അവിടെ വീട്ടിനടുത്ത് തന്നെ വീടാണെങ്കിൽ കൂടി, അല്ലെങ്കിൽ അവിടെ പൂജിക്കുന്ന ആളാണെങ്കിൽ കൂടി ഗുരുവായൂരപ്പൻ നനയ്ക്കുകയാണെന്ന് കാണണ്ടെന്ന് നനച്ചാൽ കാണാൻ കഴിയില്ല. അപ്പോൾ അതിനൊരു മാറ്റമില്ല. എന്നും നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാനുള്ളൊരു എന്താ പറയുക, ഒരു ഭാഗ്യം നമുക്കെല്ലാവർക്കും തരണേ എന്നുള്ളൊരൊറ്റ പ്രാർത്ഥന മതി നമ്മളെ ജീവിതം ധന്യമാവാൻ. കാരണം ആ ഒരു ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരിലെത്തുമ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം നിറഞ്ഞ മണ്ണിൽ എല്ലായിടത്തും ഉണ്ട് ഗുരുവായൂരപ്പൻ. എന്നാലും വീട്ടിലെത്തിയിട്ട് അമ്മേനെ കാണുമ്പോൾ അതിൻ്റെ ഒരു വൃത്തി വേറെ തന്നെയല്ലേ. അമ്മയും അച്ഛനുമുള്ള സ്ഥലത്ത് വീട്ടിലെത്തിയിട്ട് കാണുന്നതും നമ്മൾ വഴിയിൽ നിന്ന് കാണുന്നതും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. അതുപോലെയാണ് നമ്മളെ വീട്ടിലോ അല്ലെങ്കിൽ മറ്റ് വേറെ എവിടെയെങ്കിലും വെച്ചോ ഗുരുവായൂരപ്പനെ ദർശിക്കുന്നതും ആ ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ആ ഭഗവത് ചൈതന്യം നിറഞ്ഞ് തുളുമ്പുന്ന സ്ഥലത്ത് ചെന്നിട്ട് ഗുരുവായൂരപ്പനെ കാണുന്നതും രണ്ടും രണ്ട് തന്നെയാണ്. അപ്പോൾ അവിടെ ആ ശ്രീകോവിലിൻ്റെ എന്താ പറയുക 21 മടങ്ങ് അകലെ വരെ ആ ഭഗവത് ചൈതന്യം നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ്. അപ്പോൾ അതെവിടെയായാലും അവിടുത്തെ ഒരു എന്താ പറയുക പുൽക്കൊടിക്ക് പോലും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കടാക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതൊരു വലിയ സത്യമാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റാത്ത, ഇപ്പോൾ ദൂരെ നിന്നിട്ടുള്ള ആൾക്കാർ ഇത് മാത്രം കേൾക്കുന്നവർക്ക് കൂടി ആ ഗുരുവായൂരപ്പൻ്റെ ചൈതന്യം ഉണ്ടാവട്ടെ, എത്തട്ടെ. അതുപോലെ അടുത്ത് തന്നെ അവർക്ക് ഗുരുവായൂരപ്പനെ സന്ദർശിക്കാനുള്ള, എന്നിട്ട് ആ ദർശനഭാഗ്യം കിട്ടാനുള്ള ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ ചൊരിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കൂ കേട്ടോ. നമ്മളെ എല്ലാ വിഷമങ്ങളും കണ്ടറിഞ്ഞ് ഗുരുവായൂരപ്പൻ തീർത്തു തരും. ഗുരുവായൂരപ്പൻ തന്നെയാണ് അവസാന വാക്ക്, അതല്ലാതെ മറ്റൊരു വാക്കില്ല. അപ്പോൾ എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. ഇനിയിപ്പോൾ നാളെ രാവിലെ തൊഴാം. അപ്പം ഞാനത് ഏതാ കിട്ടുകയെന്നറിയില്ല. നിർമ്മാല്യമാണോ, അതോ തൈലാഭിഷേകമാണോ, അതോ ശംഖാഭിഷേകമാണോ, അതോ വാഗച്ചാർത്താണോ, അതോ മലനിവേദ്യം കഴിഞ്ഞ് ഉഷപൂജയാണോ, ഏതാണെന്നറിയില്ല. ഏത് കിട്ടിയാലും ഞാനപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാട്ടോ. എല്ലാവർക്കും ആ ഭഗവത് തൃപ്പാദത്തിലെത്തിയ ആ ഒരു പ്രതീക്ഷ ഉണ്ടാവട്ടെ. നമ്മളെല്ലാവരുടെയും മനസ്സ് അവിടെ എത്തട്ടെ കേട്ടോ. ആ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചോളൂ. കൃഷ്ണ ഹരേ.